നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാവരുടെ ഉള്ളില് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ എല്ലാവരും സഹിക്കുന്നത് ഒപ്പമുള്ളവരെ വിഷമിക്കാതിരിക്കാന്. ഇങ്ങനെ സ്നേഹമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ പോവാനാ രാജു? പിന്നെ ഏതോ ഓഫീസില് ഹരീഷിന് ജോലി കിട്ടിയെന്നാണല്ലോ ശ്രീലക്ഷ്മി ഫോൺ ചെയ്തപ്പോ പറഞ്ഞത്. അത് നമ്മൾ ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാ. എങ്ങനെ ജീവിക്കേണ്ടവനാ. എന്റെ അനിയത്തെ വിവാഹം കഴിച്ചതുകൊണ്ട് അവന് ഇങ്ങനൊരു അവസ്ഥ വന്നെന്ന് എല്ലാവരും പറയില്ല മാഡം. വരുമാനമുള്ള ഒരു ജോലി ഹരീഷിന് ശരിയാക്കി കൊടുക്കാന്ന് വെച്ചാ അവന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അയാളെടുത്ത് കത്തിച്ചും കളഞ്ഞു. കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ അവനെ സഹായിക്കായിരുന്നു. രാജു ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഹരീഷ് ഓട്ടോ ഓടിക്കുന്നതാണോ രാജുവിന്റെ പ്രശ്നം? ഓട്ടോ ഓടിക്കുന്നത് അത്ര മോശ തൊഴിലാണോ? ചെയ്യുന്ന ജോലി ഉത്തരവാദിത്തത്തോടെയും മാന്യമായിട്ടും ചെയ്യുന്നത് കൊണ്ട് മേൽഗതി ഉണ്ടാവും. ഹരീഷ് ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരിക്കുകയായിരുന്നെങ്കിൽ രാജു വിഷമിക്കുന്നതിൽ അർത്ഥം ഉണ്ടായേനെ. ഹരീഷിന് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട്. ഏത് സാഹചര്യത്തിലും ശ്രീലക്ഷ്മിയെ പോറ്റാൻ കഴിവുണ്ടെന്നോർത്ത് രാജു സന്തോഷിക്കുക വേണ്ടത്. പെട്ടെന്ന് ഹരീഷിനെ അങ്ങനൊരു സാഹചര്യത്തിൽ കണ്ടപ്പോ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനായില്ല. പക്ഷേ ഋതിക മാഡം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നുന്നു. ശരിയാ, അവൻ മിടുക്കനാ. ശ്രീലക്ഷ്മിയെ അവൻ നന്നായി നോക്കും. അവർക്ക് നാളെ നല്ലൊരു ജീവിതം ഉണ്ടാവും. എന്താ ഒരു ചിരി? അല്ല, ഞാൻ ഋതിക മാഡത്തിന്റെ മാറ്റത്തെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്ത് മാറ്റം? ശരിക്കും എന്റെ നോട്ടത്തിലെ നമ്മുടെ അപ്പൂന്റെ അത്ര പോലും പക്വതയില്ലാത്തൊരു കുട്ടിയായിട്ട് ഋതിക മാഡത്തെ ഞാൻ കരുതിയിരുന്നുള്ളൂ. അപ്പൂനെക്കാളും പക്വതയില്ലാത്ത കുട്ടിയായിട്ടോ? അതേന്നെ. ആ ഋതിക മാഡം ഇങ്ങനെ ജീവിതത്തെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇതെന്തൊരു മാറ്റം. എനിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കുഴപ്പം രാജുന്റെ. എന്റെയോ? അതെ, രാജുവിന് എനിക്ക് പക്വതയില്ലെന്ന് തോന്നിയതേ രാജുവിന്റെ തെറ്റ. ഇപ്പൊ മനസ്സിലായില്ലേ ചില കാര്യങ്ങളിൽ രാജുവാണ് കൊച്ചുകുട്ടിയെന്ന്? മനസ്സിലായി. എന്തൊരത്ഭുതം, സമ്മതിച്ചു തന്നല്ലോ. പുതുമഴ നനയണ്ട, പനി പിടിക്കും. അല്ലേ ജി, ഈ ഇടി വെട്ടിയപ്പോഴേ കേറിപ്പോ നോക്കണേ ഇറക്കാം. നീ ഒന്ന് പതിയെ പറ, അവൻ കേക്കും. എന്താ പ്രശ്നം? ജയൻ തന്ന കാശുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു. രുക്മിണിയുടെ കാശും കൊടുത്തു. ഋതിക മാഡത്തിന്റെ ഓർണമെന്റ്സും വർമ്മ സാറിന്റെ ഫോട്ടോയും ഋതിക മാഡത്തിന് തിരിച്ചു കൊടുക്കണ്ടേ? അതിനെന്താ ഒരു വഴിന്ന് ആലോചിക്കായിരുന്നു ഞാൻ. എന്താ? ഒന്നുമില്ലടാ, നീ ഇരിക്കേ. മോളിരിക്കേ. ചേച്ചി, ഞാൻ വിളമ്പാം. മോനെ,
രമ്യയുടെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള കാശ് റെഡിയായിട്ടില്ലെന്ന് അച്ഛനോട് പറയണോ? വേണ്ട, വെറുതെ എന്തിനാ അച്ഛനെ വിഷമിപ്പിക്കുന്ന? എന്താടാ? ആ അച്ഛാ, അതെ, ഞാൻ ഹരീഷിനെ കണ്ടായിരുന്നു. ആണോ? എടാ, അവനും അവക്ക് സുഖമായിരിക്കണോ? അച്ഛാ, അത് രാജു, എന്താ മോളെ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല രാധമ്മേ. അച്ഛാ, ഞാനിന്ന് ഹരീഷിനെ കണ്ടു. ഹരീഷ് നല്ല ജോലി തിരക്കിലായിരുന്നു. ആ, ഹരീഷിന്റെ മാനേജർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവനോട് കാര്യമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ജോലി ചെയ്യുന്നതിന്റെ ഇടയില് ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഓക്കേ അല്ലേ? നശിപ്പിച്ചു. വേണുട്ടാ, നമുക്കൊന്ന് ശ്രീയെ പോയി കണ്ടാലോ? ഏയ് വേണ്ടമ്മേ, അതൊന്നും വേണ്ട. അതെന്താ? അവര് എല്ലാരും വെറുപ്പിച്ച കല്യാണം കഴിച്ചതല്ലേ. എല്ലാത്തിനും സപ്പോർട്ടിന് ആളുണ്ടെന്ന് അറിഞ്ഞാലേ അവർക്ക് ജീവിക്കാൻ ഒരു വാശി ഉണ്ടാവില്ല. ആ അല്ലേ ചേച്ചി? ആ അതെ, രാജു പറഞ്ഞത് ശരിയാ. ആ ആ. എല്ലാവരുടെ ഉള്ളില് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ എല്ലാവരും സഹിക്കുന്നത് ഒപ്പമുള്ളവർ വിഷമിക്കാതിരിക്കാനാ. ഇങ്ങനെ സ്നേഹമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ പോവാനാ രാജു? എന്താ സുകുമാരൻ സാർ ഈ പറയുന്നേ? CM-ന് ടെൻഷനാണെന്നോ? അത് ഞാൻ വിശ്വസിക്കില്ല. ആകാശം ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പോവാണെന്ന് പറഞ്ഞാലും നമുക്കെങ്കിലേ ആകാശം പിടിച്ചു നിർത്താം. അതിനിപ്പോ ഞാൻ ആദ്യം ഇറങ്ങാൻ ഒരു കൈ നോക്കാമെന്ന് ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് സിമ്പിളായിട്ട് പറയും. പേടിയാണെന്നൊക്കെ വെറുതെ പറയുന്നില്ലേ, നമ്പറാ. സുകുമാരൻ സാർ എന്ത് മറുപടി പറയുന്നു അറിയാൻ പറഞ്ഞതായിരിക്കും. അവിടെ ഇലക്ഷൻ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.